അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, പാലോളി മുഹമ്മദ് കുട്ടി ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ പരിണതപ്പച്ചനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അബദ്ധജടിലമായ ഒരു പ്രസ്താവനയായി മാത്രം ഇതിനെ കാണാൻ പറ്റുമോ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? അനിൽ നമ്പ്യാർ, പുതുവത്സരാശംസകൾ. അങ്ങനെ കുറച്ച് പുതുവത്സരാശംസകൾ അതുകൊണ്ട് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ പറയാം. അതുകൊണ്ട് ഇത് ഒരു എഴുതിയിട്ടുള്ള താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിലും ഒരു സ്മരണിക പുറത്തിറക്കുമ്പോൾ അതിനകത്തുള്ള പ്രതികരണത്തിലാകുമ്പോൾ അതിനകത്തൊരു ആലോചനയൊക്കെ എന്തായാലും നടന്നു കാണും. ആലോചിക്കാതെയൊന്നും പറഞ്ഞതായിരിക്കില്ല. ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് തോട്ട്സ് എന്ന അർത്ഥം വരുന്ന ഒരു ആകസ്മികമായ ഒരു ചിന്തയുടെ പ്രതിഫലനം അല്ലെ പ്രതിസ്ഫുരണം എന്നൊന്നും അതിനെ ഞാൻ കരുതുന്നില്ല. അത് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അത് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു എന്ന ഒരു 1942 ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഏതായാലും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകും, സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്ക് കൊടുക്കും എന്ന ഘട്ടം വരുമ്പോഴേക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും വ്യതിചലിച്ചിട്ട് പാകിസ്ഥാൻ എന്ന ഒരു രാജ്യവും കൂടി വേണം എന്ന വാദഗതി മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ രാജ്യത്തെയും കേരളത്തിലെയും എല്ലാ മുസ്ലിമുകളും ഈ പാകിസ്ഥാൻ വാദികളാണ് എന്ന വാദത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. അത് പാലോളി മുഹമ്മദ് കുട്ടി സാഹിബ് പറഞ്ഞാലും ഞാൻ അതിനോട് വിയോജിക്കുന്ന ആളാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ നേതൃത്വം, മുഹമ്മദ് അലി ജിന്നയുടെയും മറ്റൊക്കെ അന്നത്തെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ രാഷ്ട്രവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ആ വസ്തുത നമുക്ക് ആർക്കും ചരിത്രപരമായ വസ്തുതയായതുകൊണ്ട് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇന്ന് നിലവിലുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടുകയും ആ സ്വാതന്ത്ര്യം 47 കിട്ടി, 48 വിഭജനം കൊണ്ടുള്ള തർക്കവും നൗഖാലിയും കൊലയും രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ കൊലപാതകവും തുടങ്ങിയിട്ടുള്ള എല്ലാം കഴിഞ്ഞ് ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ പോലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിനോട് കൂറു പുലർത്താത്ത മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. അവർ വിഘടനവാദികളായിട്ടുള്ള ആളുകളും എല്ലാത്തിലും ഉണ്ടല്ലോ. അങ്ങനെ ഉള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മുസ്ലിം സമൂഹം ഇന്ത്യ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവരും ഇന്ത്യ രാജ്യത്തിനോട് കൂറുള്ളവരുമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് നിലവിലുള്ള മുസ്ലിം ലീഗിന് അത്തരമൊരു പാകിസ്ഥാൻ വാദമോ പാകിസ്ഥാനോടുള്ള പ്രത്യേക മമതയോ ഉണ്ടെന്ന് ആര് വ്യാഖ്യാനിച്ചാലും അത് ശരിയായൊരു വ്യാഖ്യാനമല്ല. അതൊരു തെറ്റായ ഒരു സമീപനമാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ഈ പ്രസ്താവനയെ കാണുന്നത്. എനിക്ക് ആ ലേഖനം വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി ഇത്തരം പ്രസ്താവന നടത്തിയത്? സ്വാതന്ത്ര്യാനന്ത ഭാരതത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ചാണോ മുസ്ലിം ലീഗിനെ കുറിച്ചാണോ അതല്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ മുസ്ലിം ലീഗിനെ കുറിച്ചാണോ എന്നതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും സ്വാതന്ത്ര്യാനന്ത ഭാരതത്തിലെ മുസ്ലിം ലീഗിനെ പാകിസ്ഥാൻ പാകിസ്ഥാൻ വാദഗതിക്കാരോ പാകിസ്ഥാൻ ഭാഗക്കാരോ എന്ന് വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ സ്വാതന്ത്ര്യം 1947 മുമ്പുള്ള 42 ശേഷമുള്ള കാലഘട്ടങ്ങളിലെ മുസ്ലിം ലീഗ് നേതൃത്വം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിനു വേണ്ടി വളരെയധികം പരിശ്രമിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം.